വാർത്തകൾ വിശദമായി. ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് നവകേരള സൃഷ്ടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ അനക്സ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ജനകീയാസൂത്രണം കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ കാലാനുസൃതമായ മാറ്റം തദ്ദേശ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾക്കും ആവശ്യമാണെന്നും അതിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് പുതിയ കെട്ടിടം ഒരുക്കിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നാടിന്റെ സമഗ്ര വികസനവും ക്ഷേമവും ഉറപ്പാക്കാൻ അധികാരം താഴെത്തട്ടിലെത്തുകയും ഓരോ നാടിനും അതിന്റെ പ്രത്യേകതകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയെന്ന് പ്രദേശവാസികൾ തെരഞ്ഞെടുത്തത് നടപ്പിലാക്കിയപ്പോഴാണ് ജനകീയാസൂത്രണം കേരളത്തിൽ അർത്ഥവത്തായതെന്നും അധികാര വികേന്ദ്രീകരണം തീർത്തും ജനകേന്ദ്രീകൃതമാക്കി നാം കൈവരിച്ച നേട്ടത്തിൽ നിന്നുമാണ് നവകേരള സൃഷ്ടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അനക്സിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നതിനായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി വാർഡ് തലത്തിൽ 250-ലധികം ക്ലാസുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും ജലലഭ്യത ഉറപ്പാക്കാൻ 8 കോടി രൂപ മുടക്കി ജലബജറ്റ് തയ്യാറാക്കിയ ജില്ലാ പഞ്ചായത്താണ് കാസർഗോഡ് എന്നും പ്രത്യേകം എടുത്തു പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഓഫീസിനായി പണി കഴിപ്പിച്ചിട്ടുള്ള കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായി അറിയിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് മാതൃകാപരമായ ഒട്ടേറെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കുന്നതിനുള്ള മാതൃകാ പദ്ധതികൾ അത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. ജില്ലാ പഞ്ചായത്ത് തലത്തിൽ അതോടൊപ്പം പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലുമെല്ലാം ഇതിനായുള്ള പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കാനായി മനസ്സിലാക്കുന്നത് 250-ലധികം ക്ലാസുകൾ അങ്ങനെ സംഘടിപ്പിച്ചുവെന്നാണ്. ഇത് മാതൃകാപരമായ ഇടപെടലാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ആ ലക്ഷ്യത്തിലേക്ക് അതിവേഗം എത്തിച്ചേരാൻ കാസർഗോഡ് ജില്ലയെ പ്രാപ്തമാക്കും ഇത്തരം മുൻകൈകൾ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മാതൃകാപരമായ മറ്റൊരു ഇടപെടലാണ് എല്ലാവർക്കും ജലലഭ്യത ഉറപ്പുവരുത്താൻ ജല ബജറ്റ് തയ്യാറാക്കിയ ജില്ലാ പഞ്ചായത്തിന്റെ നടപടി. പരിപാടിയിൽ വിഖ്യാത ശില്പി കാനായി കുഞ്ഞിരാമനുള്ള ഉപഹാര സമർപ്പണവും ജില്ലയുടെ സാമൂഹിക സാമ്പത്തിക റിപ്പോർട്ടിന്റെ പ്രകാശന കർമ്മവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജിക്കൽ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷനായി. ദർപ്പണം പദ്ധതി ഗുണഭോക്താക്കളായ വനിതകൾക്കുള്ള നൈപുണ്യ വികസന പരിശീലന സർട്ടിഫിക്കറ്റുകൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിതരണം ചെയ്തു. അംഗീകൃത ലൈബ്രറികൾക്കുള്ള പുസ്തകത്തിന്റെയും ഫർണിച്ചറിന്റെയും വിതരണം NA നെല്ലിക്കുന്ന് MLAയും ഭിന്നശേഷിക്കാർക്കുള്ള സഹായോപകരണത്തിന്റെ വിതരണം M രാജഗോപാലൻ MLAയും കുടുംബശ്രീ സംരംഭങ്ങൾക്കുള്ള സബ്സിഡി വിതരണം E ചന്ദ്രശേഖരൻ MLAയും മികച്ച BMCകളുടെ പ്രഖ്യാപനം CH കുഞ്ഞമ്പു MLAയും നിർവഹിച്ചു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ കൂടുതൽ പച്ചത്തുരുത്തുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപനം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, മുൻ MP P കരുണാകരൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ലക്ഷ്മി, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, കാറടക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CA സൈമ, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S ശ്യാമലക്ഷ്മി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സ്ഥിരം സമിതി അധ്യക്ഷർ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ സ്വാഗതവും ഫിനാൻസ് ഓഫീസർ MS ശബരീഷ് നന്ദിയും പറഞ്ഞു. 5 കോടി 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പുതിയ അനക്സ് കെട്ടിടം നിർമ്മിച്ചത്. 14,795 ചതുരശ്രയടി വിസ്തീർണത്തിൽ പണിതീർത്ത കെട്ടിടത്തിന് 3 നിലകളുണ്ട്. 2021-22 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രോജക്ട് ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ്
നിർമ്മാണം നടത്തിയത്. വീഡിയോ കോൺഫറൻസ് ഹാൾ, 250 പേർക്ക് ഇരിക്കാവുന്ന മൾട്ടിപർപ്പസ് കോൺഫറൻസ് ഹാൾ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ എന്നിവർക്കുള്ള ഓഫീസുകൾ, ലിഫ്റ്റ്, അഗ്നിശമന സംവിധാനങ്ങൾ, സന്ദർശകർക്കായി ആധുനിക ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവ പുതിയ കെട്ടിടത്തിലെ പ്രധാന സവിശേഷതകളാണ്. 90.55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ ഫർണിഷിംഗ് ജോലികൾ പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.